പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശതകോടീശ്വരന്മാരായിട്ടുള്ള ബിസിനസ്സുകാർക്ക് ജനങ്ങൾ ലാഭമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെറും ഉൽപ്പന്നങ്ങളും വെറും പുഴുക്കളുമാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാനത് പറയാൻ കാരണം കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRF അതിലേക്ക് സംഭാവന നൽകിയിട്ടുള്ള ശതകോടീശ്വരന്മാരുടെ പട്ടിക കണ്ടതിനെ തുടർന്നിട്ടാണ്. അതിനെക്കുറിച്ച് വിശദാംശങ്ങൾ എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാനുണ്ട്. സുഹൃത്തുക്കളെ, ആ ദുരിതാശ്വാസ നിധി ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് 3-4 ദിവസമായി. ഇപ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി ആ ദുരിതാശ്വാസ നിധി ആരംഭിച്ചിരിക്കുന്നത്. ആ നിധിയിലേക്ക് ഏറ്റവും തുടക്കത്തിൽ തന്നെ സംഭാവന നൽകിയ 3-4-5 ശതകോടീശ്വരന്മാരുണ്ട്. ആ ശതകോടീശ്വരന്മാരെ കുറിച്ചിട്ടാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്. ആ ദുരിതാശ്വാസ നിധിയിലേക്ക് ആദ്യം 5 കോടി നൽകിയ ശതകോടീശ്വരൻ്റെ പേര് ശ്രീമാൻ യൂസുഫ് അലി എന്നാണ്. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് യൂസുഫ് അലിയെ കുറിച്ചിട്ട് മലയാളികളോട് പറയേണ്ട കാര്യമില്ലല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ പടുകൂറ്റൻ മാളുകൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളിലെല്ലാം ഷെയർ ഓഹരികൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട സ്വകാര്യ മേഖലാ ബാങ്കുകളിലെല്ലാം ഓഹരികളൊക്കെ ഉള്ള ഒരു വലിയ പടുകൂറ്റൻ ശതകോടീശ്വരനാണ് ശ്രീമാൻ MA യൂസുഫ് അലി. അദ്ദേഹം 5 കോടി. അതുപോലെ തന്നെ രവി പിള്ള എന്ന് പറഞ്ഞ വേറൊരു പ്രവാസി ശതകോടീശ്വരൻ, അദ്ദേഹം 5 കോടി. നമ്മുടെ വിഴിഞ്ഞത്ത് തുറമുഖ നിർമ്മാണവുമായി രംഗത്ത് വന്നിരിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ പറഞ്ഞ പോലെ മൾട്ടി ബില്യനെയർ ആയിട്ടുള്ള അദാനി 5 കോടി. കല്യാൺ ജ്വല്ലറീസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർണ്ണ കച്ചവടക്കാരിൽ ഒരാളായിട്ടുള്ള അവർ കല്യാൺ ജ്വല്ലറി 5 കോടി. PVC മേനോൻ എന്ന് പറയുന്ന വലിയൊരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ, കേരളത്തിലും ഇന്ത്യയിലും വിദേശത്തുമൊക്കെ ഒട്ടേറെ ശതകോടികളുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തുന്ന അദ്ദേഹം 10 കോടി. അങ്ങനെ കുറേ മുതലാളിമാർ, കുറേ ശതകോടീശ്വരന്മാർ ഈ വയനാട് ദുരന്തം ഉണ്ടായ ഉടനെ തന്നെ വലിയ സംഭാവനകളുമായി രംഗത്ത് വന്നു എന്നുള്ള നിലയിൽ ചർച്ചകൾ ഇപ്പം നടക്കുകയാണ്. നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇവരൊക്കെ തന്നിട്ടുള്ള സംഭാവനകളെക്കുറിച്ച് പറയുമ്പോൾ വിനയാന്വിതനാകുന്നത് നമ്മൾ TV-യിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ ശതകോടീശ്വരന്മാരെ കുറിച്ചിട്ടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ആദ്യം ശ്രീമാൻ യൂസുഫ് അലിയെ കുറിച്ചിട്ട് പറയാം. അദ്ദേഹമാണ് കേരളം സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും വലിയ ശതകോടീശ്വരൻ. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ വിറ്റുവരവായിട്ട് ഞാൻ നോക്കിയപ്പോൾ വാർഷിക വിറ്റുവരവ് $8.4 ബില്യൺ ആണ്. അത് ഇന്നത്തെ നിലയിൽ ഏതാണ്ട് ഒരു 840 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ വിറ്റുവരവ്. അദ്ദേഹം ഈയിടെ 500 കോടി രൂപയ്ക്ക് ഒരു വലിയ പ്ലെയിൻ മേടിച്ചിരുന്നു, ഒരു എയ്റോപ്ലെയിൻ, ഒരു വിമാനം അദ്ദേഹം മേടിച്ചിരുന്നു. അതിനെക്കുറിച്ചിട്ടൊക്കെ മാധ്യമങ്ങളൊക്കെ ഭയങ്കര വാർത്തകളായിരുന്നു. അതേതാണ്ട് ഒരു 100-300 കോടി രൂപയുടെ ഏതാണ്ട് ഒരു വിമാനം വേറെ ഉണ്ടായിരുന്നു, അത് വിറ്റിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്തായാലും 500 കോടി രൂപയുടെ വിമാനം അദ്ദേഹം മേടിച്ചു. അദ്ദേഹത്തിൻ്റെ വാർഷിക വിറ്റുവരവ് 840 കോടി രൂപയാണ്. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ ശതകോടീശ്വരനാണ് അദ്ദേഹം. ആ 840 കോടി രൂപയുള്ള ശ്രീമാൻ യൂസുഫ് അലി ഇന്ന് ഇതിനകം 219 പേർ, അവരിൽ ബഹുഭൂരിപക്ഷവും സാധാരണക്കാരും നിസ്സൂരുമായിട്ടുള്ള അവർ മരിച്ച ആ മഹാദുരന്തത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 5 കോടി രൂപ, കാരണം മുഖ്യമന്ത്രി പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഏതാണ്ട് 500 കോടി രൂപ കൊടുത്ത പോലെ ഇരിക്കും. 840 കോടി രൂപയുടെ വാർഷിക വിറ്റുവരവുള്ള യൂസുഫ് അലി 5 കോടി രൂപ കൊടുത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, അതായത് ഈ ദുരന്തത്തിൽ മരിച്ചവരെ എന്ന് പറയുന്നത് ദരിദ്രരും അതിദരിദ്രരുമായിട്ടുള്ളവരാണ് ഈ മരിച്ചവരിൽ ഭൂരിപക്ഷവും. അവർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം 5 കോടി രൂപ കൊടുത്തു. ഈ 5 കോടി രൂപ തന്നെ, ഈ 5 കോടി രൂപയ്ക്ക് തന്നെ ടാക്സ് കൊടുക്കേണ്ട എന്നുള്ളത് നമ്മൾ കണ്ടോണം. അപ്പോൾ ഈ ശതകോടീശ്വരൻ ഇത്രയും കൊടുക്കുന്നു. അതായത് 840 കോടി രൂപയിൽ 5 കോടി രൂപ, 840 കോടി രൂപ എന്ന് പറഞ്ഞാൽ വാർഷിക വിറ്റുവരവാണ്. 500 കോടി രൂപയുടെ പ്ലെയിൻ മേടിച്ച ആളാണ് 5 കോടി രൂപ ഇവിടെ കൊടുക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ ചാരിറ്റി ആയതുകൊണ്ട് ടാക്സ് ഫ്രീ ആണെന്നുള്ളത് നമ്മൾ ഓർത്തോണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഈ ശതകോടീശ്വരൻ ഇവിടെ വന്ന് 5 കോടി രൂപ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ ശതകോടീശ്വരൻ കേരളത്തിൽ നിന്ന് എത്ര കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ ശതകോടീശ്വരന് തിരുവനന്തപുരത്ത് വലിയൊരു മാളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിസ്ഥിതി ലംഘനവുമായി ബന്ധപ്പെട്ട്, ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ഈ ശതകോടീശ്വരൻ എറണാകുളത്ത് ഒരു വലിയ മാളുണ്ട്. ആ മാൾ നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട് ഭൂമി കയ്യേറ്റം, പുഴ കയ്യേറ്റം ഒക്കെ ആയിട്ട് ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. ഈ ശതകോടീശ്വരൻ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് മാളിനെ കുറിച്ചിട്ട് വലിയ ആരോപണങ്ങളുണ്ട്.
അതായത് അദ്ദേഹം അവിടെ ഒരു പൊതു കനാൽ കയ്യേറിയപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു ഈ കനാൽ ഞാൻ കയ്യേറും, വേറൊരു സ്ഥലത്ത് ഞാൻ കുറച്ച് സ്ഥലം തരാമെന്ന് പറഞ്ഞു. അത് ക്യാബിനറ്റ് അംഗീകരിച്ചു. ഇപ്പോൾ അത് ഏറ്റവും അവസാനം കേൾക്കുന്നത് പാലക്കാട് 80 ഏക്കർ നെൽവയൽ നികത്തിയാണ് ഇദ്ദേഹം മാള് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ ഈ പിണറായി വിജയൻ്റെ പ്രത്യേക താല്പര്യത്തിൽ നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം മറികടന്ന് ക്യാബിനറ്റ് പാസ്സാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മറ്റ് പല സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ചെയ്യുന്നു. ഞാൻ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാൻ പറയും. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള ഭൂമി കയ്യേറ്റം സംബന്ധിച്ചിട്ടുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും ശ്രീമാൻ യൂസഫ് അലി ചോദിക്കും, അതൊക്കെ ഏത് കോടതിയാണ് അംഗീകരിച്ചിട്ടുള്ളത്, ഏത് കോടതിയിലാണ് അത് വിജയിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും. ശരിയാണ് ശ്രീമാൻ യൂസഫ് അലി, അതൊരു കോടതിയും അംഗീകരിച്ചിട്ടില്ല, ഭൂമി കയ്യേറ്റമൊന്നും അംഗീകരിച്ചിട്ടില്ല. കാരണം അങ്ങയ്ക്കെതിരെ കോടതിയിലേക്ക് പോകുന്നവർ സാധാരണക്കാരും അവരുടെ സാധാരണ വക്കീലുമാണെന്നുള്ളത് വരുമ്പോൾ, മറുഭാഗത്ത് അങ്ങയെപ്പോലുള്ള ശതകോടീശ്വരൻ കോടികൾ വാങ്ങുന്ന അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സ്വാഭാവികമായും പിന്നെ സാധാരണക്കാരന് അങ്ങയുടെ മുമ്പിൽ നിലനിൽക്കാൻ കഴിയില്ല. ഇപ്പോൾ ഷാജൻ സ്കറിയുമായിട്ടുള്ള അങ്ങയുടെ തർക്കത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഷാജൻ സ്കറി എത്രയോ കുറച്ച് ലക്ഷങ്ങൾ ചോദിച്ചൊരു വക്കീലിനെ അവിടെ കൊണ്ടുവന്നപ്പോൾ അങ്ങയുടെ വക്കീലായിട്ട് വന്നത് മുകുൾ റോത്തഗിയായിരുന്നു. അപ്പം ഷാജൻ സ്കറിക്ക് അങ്ങയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അപ്പോൾ പിന്നെ സാധാരണക്കാരായിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകർക്ക് എങ്ങനെയാണ് അങ്ങയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ കഴിയുക? അതുകൊണ്ട് കോടതിയിൽ നിന്നൊന്നും അങ്ങയ്ക്കെതിരായിട്ട് ഒരു വിധിയും കിട്ടില്ല. എൻ്റെ അറിവിൽ അങ്ങയ്ക്കെതിരായിട്ട് ഒരു വിധിയും കേരളത്തിൽ ഒരു കോടതിയിൽ നിന്നും വന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കീഴ്ക്കോടതി മുതൽ സുപ്രീം കോടതി. അങ്ങൊരിക്കലും ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു, എനിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 10-100 വക്കീലന്മാരുടെ ഒരു സംവിധാനം എനിക്കുണ്ട്, അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ നോക്കിക്കോളും. കാരണം അങ്ങ് ശതകോടീശ്വരനാണ്. അങ്ങയുടെ ഒരു വർഷത്തെ വിറ്റുവരവ് 840 കോടി രൂപയാണ്. എന്ന് മാത്രമല്ല, കേരളത്തിൽ മാറി മാറി വരുന്ന സർക്കാരുകളെല്ലാം അങ്ങയുടെ മുമ്പിൽ പഞ്ചപൂച്ചമടക്കി മൂക്കുമുട്ടേ മുട്ടിച്ച് നിൽക്കുകയാണ് തൊഴുകൈയോടുകൂടി. അത് പിണറായി വിജയനായാലും മറ്റ് മുഖ്യമന്ത്രിമാരായാലും ഏത് മുഖ്യമന്ത്രി ആയാലും അങ്ങ് എന്ത് പറയുന്നോ, അങ്ങ് ഈ പറഞ്ഞ പോലെ പിന്നെ എന്ത് അവരോട് ആവശ്യപ്പെടുന്നോ അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ തയ്യാറായി ഭരണകൂടങ്ങൾ ഇങ്ങനെ നിൽക്കുമ്പോൾ അങ്ങക്കെതിരായിട്ട് ആർക്കെന്തൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ കഴിയും? ഒന്നും പറയാൻ കഴിയില്ല. അങ്ങനെ അങ്ങ് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരിൽ നിന്നും ആനുകൂല്യങ്ങൾ, ശതകോടികളുടെ ആനുകൂല്യങ്ങൾ വാടിച്ചിട്ട് വയനാടിൽ 200 ചില്ലുവാനം പിന്നെ പാവങ്ങൾ നിസ്വർ ദരിദ്രർ വാങ്ങുമ്പോൾ അവർക്ക് 5 കോടി രൂപ കൊണ്ടൊന്നും ഇങ്ങനെ പിച്ചക്കാശ് പോലെ ഇട്ട് കൊടുക്കുന്ന ഈ പണി, ഇത് ഈ വയനാട് ദുരന്തത്തിൽ മരിച്ചവരെ അപഹസിക്കുകയും പിന്നെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്യുകയാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. അങ്ങ് എത്ര ശതകോടികൾ കേരളത്തിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്, എത്ര ആയിരക്കണക്കിന് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ നിന്ന്. അങ്ങേക്ക് എന്തുകൊണ്ടൊരു 100 കോടി രൂപ അവിടുത്തെ പാവങ്ങളുടെ പുനരധിവാസത്തിന് വേണ്ടി കൊടുത്തുകൂടാ ശ്രീമാൻ യൂസഫ് അലി? അപ്പം അതുകൊണ്ട് ശതകോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ദുരന്തമുണ്ടായാലും അതിനകത്തുനിന്ന് പബ്ലിസിറ്റിയും ഇതൊക്കെ ഉണ്ടാക്കലാണ് അവരുടെ ജോലി. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് 840 കോടി രൂപയുടെ പിന്നെ വിറ്റുവരവുള്ള അങ്ങ് ഒരു 5 കോടി രൂപ അവിടുത്തെ ഈ പാവപ്പെട്ടവർക്ക് കൊടുത്തിട്ടുള്ളത്. അങ്ങ് നടത്തുന്ന ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളൊന്നും ആത്യന്തികമായി നിലനിൽക്കില്ല. കാരണം ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള സമരമാണിത്. ഡേവിഡും ഗോലിയാത്തും തമ്മിലുള്ള സമരം. അതിൽ പാവപ്പെട്ടവൻ പരാജയപ്പെടും. കാരണം പണത്തിന് മേൽ പരന്തും പറക്കില്ല ശ്രീമാൻ യൂസഫ് അലി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണമുണ്ടാക്കുന്ന ഒരു ഉൽപ്പന്നമാണ് മനുഷ്യൻ. ഈ ശതകോടീശ്വരന്മാർക്ക്, ഈ ശതകോടീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യർ വെറും പുഴുക്കളാണ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് യൂസഫ് അലിയുടെ കാര്യം. ഇനി രവി പിള്ളയുടെ കാര്യം എന്താ? രവി പിള്ളയുടെ വാർഷിക വിറ്റുവരവ് 300 കോടി രൂപയാണ്. അയാൾ നമുക്കറിയില്ലേ, മറ്റേ കോവളം കൊട്ടാരം എത്ര ചില്ലറ പൈസയ്ക്കാണ് ഇവിടുത്തെ സർക്കാരിൻ്റെ അടുത്ത് അടിച്ചുകൊണ്ട് പോയത്. എത്ര 100 കണക്കിന് കോടി രൂപ ആസ്തിയുള്ള കോവളം കൊട്ടാരം അടിച്ചുകൊണ്ട് പോയി. അയാൾ ചെറിയ വിലയ്ക്ക് അടിച്ചുകൊണ്ട് പോയി. അയാൾക്ക് കൊല്ലത്തൊരു ഹോട്ടലുണ്ട്, റാവിസ് എന്നാണ് പേര്. അത് അട്ടമുടി കായലിനകത്തല്ലേ പിന്നെ ഹോട്ടൽ നിലനിൽക്കുന്നത്. തീരദേശ പരിപാലന നിയമങ്ങൾ മുഴുവൻ നഗ്നമായി ലംഘിച്ചുകൊണ്ടല്ലേ ആ ഹോട്ടൽ അവിടെ നിൽക്കുന്നത്. അയാളും കൊടുത്തിട്ടുണ്ട് 5 കോടി. വാർഷിക വിറ്റുവരവ് 300 കോടി. 5 കോടി ഇവിടുത്തെ പാവങ്ങൾക്ക് എടുത്ത് പിച്ചക്കാശായിട്ട് അങ്ങോട്ട് ഇട്ട് വലിച്ചെറിഞ്ഞ് കൊടുത്തിരിക്കുകയാണ്. വേറൊരു വലിയ ശതകോടീശ്വരൻ്റെ പേരാണ് PCN മേനോൻ. അദ്ദേഹത്തിന് ഇന്ത്യയിലും കേരളത്തിലും ഇന്ത്യയിലും ഗൾഫിലുമൊക്കെ 100 കണക്കിന് കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമുണ്ട്. അദ്ദേഹം കൊടുത്തിട്ടുണ്ട് 10 കോടി രൂപ. ആ 10 കോടി രൂപ കൊടുക്കുമ്പോൾ അയാൾക്ക് തൃശ്ശൂർ മാത്രം എത്രയോ ഏക്കർ തണ്ണീർത്തടം തരം മാറ്റി കൊടുത്തിട്ടുണ്ട് സർക്കാർ. CPM-ലെ തന്നെ ഉന്നതരായിട്ടുള്ള പലർക്കും അവിടെ അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്ന പഞ്ചനക്ഷത്ര ഫ്ലാറ്റ് സമുച്ചയത്തിൽ ഫ്ലാറ്റുകൾ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അയാളും കൊടുത്തിട്ടുണ്ട് 10 കോടി. 100 കണക്കിന് കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുന്ന ആളാണ് അയാൾ. പിന്നീട് 5 കോടി കൊടുത്തിട്ടുള്ള ആരാണെന്നറിയാവോ? പിന്നീട് 5 കോടി കൊടുത്തിട്ടുള്ള ആളാണ് കല്യാൺ ജ്വല്ലറീസിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള കല്യാണരാമൻ. ആ കല്യാണരാമനും 5 കോടി രൂപ കൊടുത്ത ആളുടെ കൂട്ടത്തിലുണ്ട്.
ആ കല്യാണരാമൻ്റെ ഒരു പുതിയ കണക്ക് ഞാൻ പറയാം. ഇന്നൊന്നിലെയൊക്കെ മിനിയാന്നൊക്കെയായിട്ട് പുറത്തു വന്നതാണ്. കഴിഞ്ഞ ക്വാർട്ടറിൽ, അതായത് 2024 മെയ് ജൂൺ മാസത്തിൽ ഈ കല്യാണരാമൻ നടക്കുന്ന കല്യാൺ ജ്വല്ലറിയുടെ നെറ്റ് പ്രോഫിറ്റ്, അവരുടെ ലാഭം 23% കണ്ട് വളർന്നു. 177.8 കോടി രൂപയാണ് കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ ഈ കല്യാണരാമൻ എന്ന് പറഞ്ഞ സ്വർണ്ണ കച്ചവടക്കാരൻ്റെ ലാഭം. എന്ന് മാത്രമല്ല, അയാളുടെ ടേൺ ഓവർ എത്ര എന്നറിയോ ഈ കാലഘട്ടത്തിൽ? 5535 കോടി രൂപ. 5535 കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ടാക്കിയ കല്യാണരാമനും കൊടുത്തിട്ടുണ്ട് 5 കോടി രൂപ. അങ്ങനെയുണ്ട് ഇവരുടെയൊക്കെ ഒരു കാരുണ്യം, ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞാൽ എത്ര വിശാല മനസ്കരാണെന്ന് ആലോചിച്ച് നോക്കുക. 5500 കോടി രൂപയുടെ വിറ്റുവരവ്, പാവപ്പെട്ട നിസ്വരായിട്ടുള്ള 200 പേര് മരിച്ചെടുത്ത് 5 കോടി. എന്തൊരു വലിയ എത്ര വലിയ കാരുണ്യവാന്മാരാണ് ഇവർ. 2023 ഏതാണ്ട് 17,000-18,000 കോടി രൂപയുടെ വിറ്റുവരവുണ്ടെന്നാണ് കേൾക്കുന്നത്. എല്ലാ സ്വർണ്ണ കച്ചവടക്കാരും കൂടി ഒരു സ്വർണ്ണ കച്ചവടക്കാരന് മാത്രം 17,000-18,000 കോടി രൂപ വിറ്റുവരവുള്ളപ്പോൾ കേരളത്തിലെ എല്ലാ സ്വർണ്ണ കച്ചവടക്കാരും കൂടി സർക്കാരിന് ഒരു വർഷം കൊടുക്കുന്ന 500 കോടി 600 കോടി രൂപയുടെ ടാക്സ് ആണ് എന്നാണ് ഞാൻ കേൾക്കുന്നത്. ടാക്സ് ഏത്? കല്യാൺ ജ്വല്ലറിക്കാരന് മാത്രമുണ്ട് 18,000 കോടി രൂപയുടെ ആസ്തി വിറ്റുവരവ്. കഴിഞ്ഞ 3 മാസം മാത്രം 5,500 കോടി രൂപ. അതിൽ നിന്ന് അദ്ദേഹവും കൊടുത്തിരിക്കുന്നു 5 കോടി രൂപ. അപ്പം അതുകൊണ്ട് പണമുള്ളവനെ സംബന്ധിച്ചിടത്തോളം, ശതകോടീശ്വരനെ സംബന്ധിച്ചിടത്തോളം, അവൻ എന്ത് തന്നെ സംഭവിച്ചാലും, എത്ര ആളുകൾ മരിച്ചാലും, എത്ര കച്ചവടക്കാരന് പണി ഇല്ലാതായി പോയാലും, എത്ര ചെറുകിട കച്ചവടക്കാരും ഇടത്തരം കച്ചവടക്കാരും തെണ്ടിത്തിരിഞ്ഞാലും, പണമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പണത്തിൻ്റെ മല ഇങ്ങനെ വലുതായി കൊണ്ടിരിക്കും. പാവപ്പെട്ടവൻ ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കും. ചത്തൊടുങ്ങുമ്പോൾ ഈ ശതകോടീശ്വരൻ കൊണ്ടുവന്ന് കുറച്ച് പിച്ചക്കാശ് കൊടുക്കും. ആ പിച്ചക്കാശ് കൊടുക്കുന്നതെല്ലാം വലിയ പണമാണ്, വലിയ സംഭവമാണെന്ന് പറയാനായിട്ട് ഇവിടെ മുഖ്യമന്ത്രിമാരുണ്ടാവും. അതുകൊണ്ട് ശതകോടീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനങ്ങളെന്ന് പറയുന്നത് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഉൽപ്പന്നങ്ങൾ, കൊമോഡിറ്റീസാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ടാണ് 500 കോടി രൂപയുടെ വിമാനം മേടിക്കുന്ന യൂസഫ് അലി 5 കോടി രൂപ കൊണ്ടൊന്ന് കൊടുത്തിട്ട് അതിനകത്ത് നിന്ന് ടാക്സ് ഫ്രീ ആക്കി മാറ്റുന്നത്. അതുകൊണ്ടാണ് 5000 കോടി രൂപയുടെ വിറ്റുവരവ് 3 മാസം കൊണ്ടുണ്ടാക്കുന്നവൻ 5 കോടി രൂപ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ അട്ടമുടി കായലിൽ എല്ലാ നിയമങ്ങളും ലംഘിച്ച് റിസോർട്ട് ഉണ്ടാക്കുന്ന രവി പിള്ള 5 കോടി രൂപ കൊടുക്കുന്നത്. അതുകൊണ്ട് അവനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ വെറും പുഴുക്കളാണ്. ജനങ്ങൾ ലാഭമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാത്രമാണ്. അതൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കിയതിൻ്റെ ഒരു പുതിയ അനുഭവമാണ് ഈ വയനാട് ദുരന്തം എന്നാണ് എനിക്ക് ഇവിടെ എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളത്.